മന്ത്രി വീണ ജോർജിനെ CPM സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയതിൽ പരസ്യമായി പ്രതിഷേധിച്ച പത്മകുമാറിന്റെ അടുത്ത നീക്കം എന്താകും? സംസ്ഥാന സമ്മേളനം പൂർത്തിയാകും മുൻപ് കൊല്ലത്ത് നിന്നും പോയ പത്മകുമാർ ഇന്ന് ആറന്മുളയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ പത്മകുമാർ വന്നാൽ സ്വീകരിക്കുമെന്ന് BJP പത്തനംതിട്ട ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. എന്നാൽ പ്രതികരണം കരുതലോടെ മാത്രം മതിയെന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് കിട്ടിയ നിർദ്ദേശം. അതേസമയം പാർട്ടി തീരുമാനത്തിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയ പത്മകുമാറിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് സൂചനകൾ. CK അഭിലാൽ ഇപ്പോൾ പത്മകുമാറുമായി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. പത്മകുമാർ ഒപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അദ്ദേഹത്തിന് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്? ഗുഡ് മോർണിംഗ്. കൊല്ലം സമ്മേളനം അവസാനിക്കുന്നു എന്ന തലക്കെട്ടോടൊപ്പം തന്നെ വായിച്ചതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ചതി, വഞ്ചന, അവഹേളനം. അദ്ദേഹം രാവിലെ എല്ലാ ദിവസവും ആറന്മുളയിൽ ഉണ്ടെങ്കിൽ ഷട്ടിൽ കളിയുമായി ബന്ധപ്പെട്ട് കോർട്ടിലെത്താറുണ്ട്. ഇന്നും രാവിലെ തന്നെ അതിന് മാറ്റം വന്നിട്ടില്ല. ഇന്നലെ രാത്രി 11 മണിയോട് കൂടിയാണ് അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തിയത്. ചതി, വഞ്ചന, അവഹേളനം. സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ പാടെ കേരളം ചർച്ച ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായിരുന്നു അങ്ങയുടെ പ്രതികരണം. ഇല്ല, ഞാൻ CPM തന്നെയാണ്. CPMൻ്റെ സംഘടനാപരമായിട്ടുള്ള ചില കാര്യങ്ങളിലുണ്ടായിട്ടുള്ള എൻ്റെ മാനസിക വിഷമം പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ സംബന്ധിച്ച് രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ CPM തന്നെയാണ് ശരി. ഞാൻ CPM വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ എടുത്ത നിലപാട് സംഘടനാപരമായി പത്തനംതിട്ട ജില്ലയിൽ നിന്നിപ്പോൾ KP ഉദയഭാനുവും രാജു എബ്രഹാമും സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരുന്നു. തർക്കമില്ല, നമുക്കാർക്കും തർക്കമുള്ളതല്ല. പക്ഷേ ഇന്ന് വരെ സംഘടനാ രംഗത്തൊരു കാര്യവും ചെയ്യാത്ത വീണ ജോർജ് അവർ ഇവിടെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയി കണ്ടുപിടിച്ചു കൊണ്ടുവന്നതാണ്. അങ്ങനെ ഒരാൾ 2 പ്രാവശ്യം MLA ആവുന്നു, പെട്ടെന്ന് തന്നെ മന്ത്രിയാവുന്നു. അവർക്ക് കഴിവുള്ള സ്ത്രീയാണ്, കഴിവില്ലാന്നോ അല്ലെങ്കിൽ ഒന്നും. പക്ഷേ അവരെ പോലൊരാളിനെ സ്റ്റേറ്റ് കമ്മിറ്റിയിലെടുക്കുമ്പോൾ പാർലമെൻ്ററി രംഗത്തെ പ്രവർത്തനം മാത്രം നോക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ പോലൊരു പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി പോലെ ഉന്നതമായൊരു ഘടകത്തിൽ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒട്ടേറെ ആളുകൾക്ക് അതിന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതിൽ ഞാൻ തുറന്നു പറയേണ്ട ഒരാളെങ്കിലും വേണമല്ലോ. അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെ തന്നെ പറയുന്നുണ്ട്. 52 വർഷം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ലാൽ സലാം പറയുന്നു. അങ്ങനെ അങ്ങേപോലെ മുതിർന്ന ഒരു നേതാവ്, പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ച ഒരാൾ ഭിന്നാഭിപ്രായമുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ടത് പാർട്ടി ഘടകത്തിലാണ്. തീർച്ചയായിട്ടും പാർട്ടി ഘടകത്തിൽ തന്നെയാണ് എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. പക്ഷേ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിലാണ് അത് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർ പരിശോധിക്കട്ടെ. പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്ത തെറ്റിന് സ്വാഭാവികമായിട്ട് ശിക്ഷയുണ്ടാവുമല്ലോ. അച്ചടക്ക നടപടി ഡെഫിനറ്റായിട്ടും ഉണ്ടാവണമല്ലോ. അത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ. അച്ചടക്ക നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ. അത് എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ബാധകമാകണം, അത്രയേ ഉള്ളൂ. അങ്ങ് പറഞ്ഞത് വീണ ജോർജിനെ പോലുള്ള ഒരാൾ ക്ഷണിതാവായി നിൽക്കുന്ന സമയത്ത് അവഹേളനം സഹിച്ച് അച്ചടക്ക നടപടി നേരിട്ട് പാർട്ടിയിൽ തന്നെ തുടരണം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യും. അത് മാറ്റമില്ല. പക്ഷെ അങ്ങ് ഒരുപക്ഷെ പാർട്ടി വിട്ടു പോയേക്കാം എന്നുള്ളതിൻ്റെ സൂചനകൾ. അങ്ങനെ ഒരു സൂചനയുടെയും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 15 വയസ്സിൽ 1973 SFIയുടെ പ്രവർത്തനമായിട്ട് വരുന്നത്. നാളിതുവരെ അതിന് മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പറഞ്ഞില്ല 52 വർഷമായി. ഇനിയിപ്പോൾ ഈ വയസ്സാം കാലത്ത് മറ്റൊരു പാർട്ടിയൊന്നും നോക്കാൻ ഞാനില്ല. അത് പാർട്ടി തന്നെയാണ്. ഞാൻ CPM ആയിരിക്കും. CPMൻ്റെ ആശയപരമായ കാര്യത്തിലൊന്നും ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. നിലപാടുകളിലൊരു മാറ്റവും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പാർട്ടി മെമ്പർഷിപ്പിലൂടെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് പാർട്ടി അനുവദിക്കുകയാണെങ്കിൽ നിൽക്കും. 52 വർഷമായി അങ്ങ് പാർട്ടിക്ക് ചെയ്ത സംഭാവനകൾ ഞങ്ങൾക്ക് മുന്നിലുണ്ട്, നമുക്ക് പൊതുസമൂഹത്തിന് മുൻപിലുണ്ട്. പക്ഷേ വീണ ജോർജ് പാർട്ടിയിലേക്ക് അതുമായി അടുപ്പം പുലർത്തിയിട്ട് കേവലം 9 വർഷം മാത്രമേ ആകുന്നുള്ളൂ. അദ്ദേഹം ആ സമയത്ത് അവർക്ക് ലഭിച്ച സ്ഥാനങ്ങൾ പാർട്ടിയുടെ പരിഗണനയൊക്കെ തന്നെ വലുതാണ്. പൂർവ്വകാല ചരിത്രമുള്ള ആളുകളെ ഒഴിവാക്കി എന്നുള്ളതാണ്. അതല്ല, എൻ്റെ 52 വർഷത്തേക്കാൾ വലുതാണ് അവരുടെ 9 വർഷം. അവരെന്നേക്കാളൊക്കെ എത്രയോ കഴിവുള്ള സ്ത്രീയാണ്. അപ്പം അതുകൊണ്ടാണെന്ന് കരുതുന്നു, അത്രയേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ഘടകങ്ങൾ അങ്ങേ മാറ്റി നിർത്തുന്നതിന് ഇടവരുത്തിയിട്ടുണ്ടോ? ഇല്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതിപ്പോൾ നമുക്ക് പിന്നീട് ആലോചിച്ചിട്ട് പറയാം. ഇപ്പോൾ രാവിലെ ഞാൻ എന്ത് വന്നാലും 8 മണി വരെ ഇതാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. താങ്ക് യു. എന്തായാലും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ
ഇന്നലെ മാതൃഭൂമി ന്യൂസ് അടക്കം വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞ വാചകങ്ങൾ അതിൽ തന്നെ ഉറച്ച് നിൽക്കുകയാണ്. യാതൊരു മാറ്റവുമില്ല. താൻ അടക്കം പ്രധാനപ്പെട്ട ചില നേതാക്കൾ ഒഴിവാക്കപ്പെട്ടതിലുള്ള അസംതൃപ്തി അദ്ദേഹം പരസ്യമായി പറയുകയാണ്. പറയേണ്ടത് പാർട്ടി ഘടകത്തിലാണ് എന്നുള്ള ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അച്ചടക്ക നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് അദ്ദേഹം തന്നെ കാണുന്നുമുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അതിൽ നിന്നും മാറ്റി പറയാനോ എഴുതിയ കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോകാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല. വരാനിരിക്കുന്നത് അച്ചടക്ക നടപടിയാണ്. അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ശിരസാ വഹിച്ചുകൊണ്ട് തന്നെ പാർട്ടിയുടെ പ്രവർത്തകനായി തുടരും എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്നുകൂടിയുണ്ട്. എന്നാൽ തൻ്റെ നിലപാടിലും തൻ്റെ ബോധ്യത്തിൽ നിന്നും വിട്ടുവീഴ്ച ഇല്ലാതെ തന്നെ നിലപാട് സ്വീകരിക്കും. അത് പാർട്ടി ഘടകം പരിശോധിക്കട്ടെ. താൻ ഉയർത്തിയ വിഷയം പാർട്ടിയുടെ ശ്രദ്ധയിലേക്കും പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്കും വെക്കുകയാണ്. അതേസമയം തന്നെ 9 വർഷത്തെ പാർട്ടി ബന്ധം മാത്രമുള്ള വീണ ജോർജ് പരിഗണിക്കപ്പെട്ടത് തൻ്റെ 52 വർഷ കാലയളവിലെ പാർട്ടി പ്രവർത്തനത്തിനേക്കാൾ മികവായ പ്രവർത്തനം അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ള പരിഗണനയാണ് പാർട്ടി അവരെ സംസ്ഥാന സമിതിയിലേക്ക് പ്രത്യേക ക്ഷണിതാവായി കൊണ്ടുവന്നതിൻ്റെ പ്രധാന ഘടകമെന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്.